ശശികലേ, ഒരു പ്രാവശ്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇത് കേരളമാണെന്ന്? അല്ല, ഇപ്പോഴാണോ മനസ്സിലായത് ഇത് കേരളമാണെന്ന്? ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇത് കേരളമാണേ, കേരളമാണേ എന്ന്. അതുകൊണ്ട് മതം നോക്കി ആളെ വേർതിരിച്ച് നിർത്തുന്ന, ആളെ അഡ്രസ്സ് ചെയ്യുന്ന നിങ്ങളുടെ ഈ നെറികെട്ട പരിപാടിയില്ലേ, ഈ വിഷം തുപ്പൽ, അത് കേരളത്തിൻ്റെ മണ്ണിൽ വില പോകില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. അല്ലെങ്കിലും എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഉറക്കം ഉണരുന്നത് മുതൽ ഉറക്കത്തിലേക്ക് പോകുന്നത് വരെ മുഴുവൻ ചലന നിശ്ചലനങ്ങളും മുസ്ലിമീങ്ങൾക്കെതിരെ വിഷം തുപ്പാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയിട്ടും കേരളത്തിൻ്റെ മണ്ണിൽ എന്തെങ്കിലും പ്രതിഫലനം ഉണ്ടായിട്ടുണ്ടോ? ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഈ വിഷവിത്ത് കേരളത്തിൻ്റെ മണ്ണിൽ മുളക്കില്ല. കാരണം കേരളത്തിൻ്റെ മക്കളെ, മലയാളത്തിൻ്റെ മക്കൾ ഒരുപാട് മാരകമായ അവസ്ഥകളും സാഹചര്യങ്ങളും തരണം ചെയ്തവരാണ്. പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും അതുപോലെയുള്ള ഒരുപാട് മാരകമായ അവസ്ഥകളൊക്കെ തരണം ചെയ്തതാണ്. ആ സമയത്ത് നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരാണ് മലയാളത്തിൻ്റെ മക്കളെങ്കിൽ, അതായത് ജാതിയും മതവും ഒക്കെ നോക്കി ആളെ അഡ്രസ്സ് ചെയ്ത് വേലി കെട്ടി അപ്പുറവും ഇപ്പുറവും നിർത്തുന്ന ഒരു മാനസികാവസ്ഥയാണ് കേരളത്തിൻ്റെ മക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞേനെ. പോകില്ല ശശികലെ, ഈ വിത്ത് ഇവിടെ മുളക്കില്ല. നിങ്ങൾ കുത്തിച്ചോര കാണിച്ചെന്ന് പറഞ്ഞാലും ശരി, ഈ വിത്ത് ഇവിടെ മുളക്കില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഫലസ്തീനിൻ്റെ മണ്ണിൽ അരുങ്കൊല ചെയ്യപ്പെടുന്ന, പിടഞ്ഞു മരിക്കുന്ന പിഞ്ചുമക്കൾ, ആ മക്കളുടെ കാര്യത്തിൽ നാളിതുവരെയായിട്ട് ഒരു സങ്കടക്കണ്ണീരും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കണ്ടില്ലല്ലോ. ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലില്ലാത്ത സങ്കടം എന്തേ റഹീമിൻ്റെ വിഷയത്തിൽ പെട്ടെന്നിങ്ങനെ അണപൊട്ടി ഒഴുകിയത്? റഹീമിൻ്റെ കയ്യിൽ നിന്നും അബദ്ധവശാൽ ഒരു ജീവൻ പൊലിഞ്ഞു, സംഭവം ശരിയാണ്. അതിന് അർഹതപ്പെട്ട ശിക്ഷയും ഏറ്റുവാങ്ങി റഹീമിൻ്റെ മോചനത്തിനായി മലയാളത്തിൻ്റെ മക്കൾ മുഴുവനും ജാതിയും ഒക്കെ മറന്നുകൊണ്ട് പരസ്പരം സഹായിച്ച് കൈകോർത്ത് റഹീമിനെ മോചിപ്പിച്ചു. ഞാൻ ഓർത്തു പോവുകയാണ്, സ്വന്തം കഴുത്തിൽ കിടന്ന താലിബാന പോലും ഈ വിഷയത്തിന് വേണ്ടി, റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി സംഭാവന ചെയ്ത സോഫിയ ബെന്നി എന്ന ഓച്ചറക്കാരി. ഇങ്ങനെയുള്ള നല്ല മനുഷ്യർ മതം നോക്കാതെ റഹീമിൻ്റെ മോചനത്തിനായി തോളോട് തോളുരുമി കൈകോർത്ത് റഹീമിനെ മോചിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിലെന്താ ഇത്ര കുരുപൊട്ടാൻ? ഒറ്റ കാര്യമുള്ളൂ, റഹീം മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണമുണ്ട്. എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ ചോദിക്കട്ടെ, റഹീമിൻ്റെ മോചനത്തിനായി 20 വർഷം കാത്തിരുന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സാഫല്യം, അതിനോടൊപ്പം ചേർന്ന് നിന്ന നല്ലവരായ ജനങ്ങളുടെ പ്രാർത്ഥനയുടെ സാഫല്യം. ഇങ്ങനെ ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ, സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറയുമ്പോൾ, ശശികലെ, നിങ്ങൾക്കിങ്ങനൊരു മാനസികാവസ്ഥ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? ദേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലൊരമ്മയുടെ മകളായി ജനിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, മാതൃത്വത്തിൻ്റെ, ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഒരു ഹൃദയം നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ലെന്നേ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിങ്ങനെ ഈ വിഷം തുപ്പിയിരിക്കുന്നത്. അതുകൊണ്ട് കുത്തിച്ചോര കാണിച്ചെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളുടെ ഈ വിഷവിത്ത് മലയാളത്തിൻ്റെ മണ്ണിൽ മുളക്കില്ല ശശികലെ.